വയനാട് മാനന്തവാടിയിൽ നിന്നും പിടികൂടിയ കാട്ടാന തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. ബന്ദിപ്പൂർ രാമപുര ആന ക്യാമ്പിൽ വെച്ചാണ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത്. പരിശോധനയ്ക്ക് പ്രത്യേക സംഘത്തെ നിയോഗിച്ച കർണാടക വനവകുപ്പ് കർണാടക വെറ്റിനറി സർജൻമാരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. ഒരു പകൽ മുഴുവൻ മാനന്തവാടിയെ വിറപ്പിച്ച തണ്ണീർക്കൊമ്പനെ പകലും രാത്രിയുമായി നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ വരുതിയിലാക്കിയത്. തുടർന്ന് രാത്രിയോടെ തന്നെ ആനയെ കേരള വനംവകുപ്പ് കർണാടകയ്ക്ക് കൈമാറി. ബന്ദിപ്പൂർ രാമപുര ക്യാമ്പിലെത്തിച്ച കാട്ടാന ചരിയുകയായിരുന്നു. കാട്ടാനയ്ക്ക് ശാരീരികമായി അവശതകൾ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 15 മണിക്കൂറോളമാണ് തണ്ണീർക്കൊമ്പൻ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നത്. ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തത് അവശതകൾ വർദ്ധിക്കാൻ കാരണമായെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആന ചരിഞ്ഞത് ഉന്നതതല സമിതി അന്വേഷിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇതുവരെയുള്ള നടപടികളിലൊന്നും വീഴ്ച സംഭവിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തികച്ചും സുതാര്യമായിട്ടായിരുന്നു ആ പരിപാടികളൊക്കെ നടന്നത്. ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന് സാധ്യതയുള്ളൂ. പോസ്റ്റ്മോർട്ടവും കൂടുതൽ സുതാര്യമാകുന്നതിന് വേണ്ടി രണ്ട് സംസ്ഥാനത്തിൻ്റെയും പ്രതിനിധികളുടെയും കൂടിയ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. കേരള കർണാടക വെറ്റിനറി സർജൻമാരുടെ നേതൃത്വത്തിലാകും പോസ്റ്റ്മോർട്ടം നടപടികൾ. അമൃത ന്യൂസ്, വയനാട്.